മുറിവ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ജീവിതത്തിലെ ഓശാനയും സന്തോഷത്തിൻ്റെ ആരവങ്ങൾക്കും ശേഷം സഹനങ്ങളുടെയും അസ്വസ്ഥതകളുടെയും മണിക്കൂറുകൾ ജീവിതത്തിൽ അന്യമല്ല എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമേ, സന്തോഷങ്ങളിൽ സ്വയം മതിമറന്നും സഹനങ്ങളിൽ അങ്ങയെ പഴിചാരിയും സഹോദരങ്ങളിൽ ആശ്വാസത്തിന് പകരം അസ്വസ്ഥത നിറച്ചും അങ്ങയെ മുറിപ്പെടുത്തിയതിന് മാപ്പ്. ഇനി സന്തോഷത്തിലും സഹനങ്ങളിലും അങ്ങയുടെ നിറസാന്നിധ്യം മനസ്സിലാക്കുവാനും സഹോദരങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനും എന്നെ പഠിപ്പിക്കണമേ.